ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിമ്മി അനിൽ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു 4 മണി പലഹാരമായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാവുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ പിന്നെ സമയം കളയാതെ വീഡിയോയിലോട്ട് പോയാലോ? അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഇടിയപ്പത്തിനും അതുപോലെ തന്നെ പത്തിരിക്കും ഒക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സ്വല്പം ഉപ്പാണ്. അതുപോലെ തന്നെ ഏകദേശം 1 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ഉപ്പും എണ്ണയൊക്കെ ഇല്ലേ, അതെല്ലാം നല്ലതായിട്ട് നമുക്കിതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അതെല്ലാം ഒന്ന് നല്ലതായിട്ട് മിക്സാക്കി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് നല്ല തിളച്ച വെള്ളമാണ്. ചെറു ചൂടുവെള്ളമൊന്നുമല്ല, നല്ല തിളപ്പിച്ച വെള്ളമാണ് ചേർക്കുന്നത്. അതൊരു കുറേശ്ശെയായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലൊരു നമ്മുടെ സ്പാച്ചുലയുടെ ഒക്കെ മറുവശമോ അല്ലെങ്കിൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമ്മുടെ തവിയുടെ കണയില്ലേ, അതാണ് ഏറ്റവും നല്ലത്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. പെട്ടെന്ന് തന്നെ നമുക്ക് അരിപ്പൊടി കുഴച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടിക്ക് ഏകദേശം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കണ്ടേ, ഇപ്പം നമ്മുടെ അരിപ്പൊടി കറക്റ്റായിട്ടൊന്ന് നമുക്ക് കിട്ടിയത് കണ്ട്. ഇതുപോലെ നമ്മൾ ഇളക്കുമ്പം പാത്രത്തിൽ നിന്ന് ഫുള്ള് വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഒരൊറ്റ പീസായിട്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് കൈ കൊണ്ടൊന്ന് ഇതുപോലെ കുഴയ്ക്കാം. ഇത് ചെറു ചൂടുണ്ട് കേട്ടോ. ഇപ്പം ഈ സമയത്താണ് നമ്മൾ കുഴച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതുപോലെ പെട്ടെന്ന് നമ്മളിതുപോലെ കുഴച്ചെടുക്കുക. ഇതൊരു ജസ്റ്റ് ഒരു ചെറിയ മയം കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നത്. അതുപോലെ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ ഒത്തിരി ബലം കൊടുത്തുന്നത് കുഴയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് റഫായിട്ട് കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ കണ്ടോ, മാവ് നല്ല മയമായിട്ടുണ്ട്. ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കേണ്ട കേട്ടോ. സെയിം ടൈമിൽ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ ബോൾസായിട്ട് എടുക്കണം. കണ്ട്, ഇതുപോലെ ചെറിയ ബോൾസായിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കണം. ഒരു സ്വല്പം എണ്ണയും കൂടെ കയ്യിൽ തേച്ചിട്ടെടുത്താൽ ഒട്ടും കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കത്തില്ല. കണ്ടോ, ഇപ്പം ഞാൻ എണ്ണ തേച്ചിട്ട് വന്നപ്പം കയ്യിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നില്ല. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബോൾസ് മുഴുവൻ ഇതുപോലെ ഉരുട്ടിയെടുക്കാം. എത്രയും ചെറുതാക്കാൻ പറ്റുന്നോ അത്രയും ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഇതെല്ലാം ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് വരാം. അപ്പോൾ അതെല്ലാം ഇതുപോലെ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സ്റ്റീമറിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബോൾസ് എല്ലാം ഇട്ട് കൊടുക്കണം. ഈ സ്റ്റീമറിന് വരെ നമുക്ക് അപ്പച്ചെമ്പിൻ്റെ തട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതിലും വെച്ച് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇത് ഏകദേശം ഒരു 7-8 മിനിറ്റ് കൊണ്ട് നമുക്കിത് ആവി കയറി വെന്ത് കിട്ടുന്നതാണ്. ആ സമയം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതിവിടെ ഇരുന്ന് റെഡി ആവട്ടെ. ഇനി ഒരു പാനിൽ ഏകദേശം 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് തന്നെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. വെജിറ്റബിൾ ഓയിൽ ചേർത്താൽ അത്രയൊരു ടേസ്റ്റ് ഇതിന് കിട്ടത്തില്ല. ഇനി അതൊന്ന് ഉരുകി വരുമ്പോൾ അതിലേക്ക് 1 ഏത്തപ്പഴമാണ്. അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഒത്തിരി വലിയ പീസായിട്ട് കട്ട് ചെയ്യരുത്. നമ്മുടെ ചെറിയ കൊഴുക്കട്ട പോലെയല്ല നമ്മൾ പിടിച്ചിരിക്കുന്നത്. ആ ഒരു പരുവത്തിന് വേണം നമ്മുടെ ഏത്തക്കയും നിൽക്കാനായിട്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഇത് നെയ്യിലിട്ട് ഒത്തിരി നേരം വഴറ്റണ്ട, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. അതിനുശേഷം അതിലേക്ക് ചേർക്കുന്നത് കാഷ്യൂ നട്ടാണ്. ഇതിൻ്റെ കൂടെ റേസിൻസും ചേർക്കാം, അതുപോലെ തന്നെ പിസ്ത, ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ കാഷ്യൂ നട്ട് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കിത് നെയ്യിൽ നിന്ന് കോരി മാറ്റാം. കണ്ടോ, നമ്മുടെ ഏത്തക്കയൊന്നും ഉടഞ്ഞു പോയിട്ടില്ല. കറക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ കുഞ്ഞൻ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്.
ഇനി അടുത്തതായിട്ട് നമ്മൾ റെഡിയാക്കേണ്ടത് കുറച്ച് ശർക്കര ഉരുക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ അതേ പാനിൽ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഏകദേശം ഒരു 1/2 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചീവിയത് 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നല്ലതായിട്ട് നമുക്കൊന്ന് മെൽറ്റായിട്ട് കിട്ടും. ഈ ശർക്കരയുടെ മധുരത്തിനനുസരിച്ച് വേണം നമ്മൾ ചേർക്കാനായിട്ട് കേട്ടോ. ഇത് നല്ല മധുരമുള്ള ശർക്കരയാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രം ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് പിന്നെ ചേർത്തത് ഏലക്കാപ്പൊടിയാണ്. ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തു. ഇത് നമുക്ക് നല്ലൊരു ഫ്ലേവറും അതുപോലെ നല്ലൊരു ടേസ്റ്റും കിട്ടുന്നതിന് വേണ്ടിയാണ് ചേർക്കുന്നത്. ഇത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് നമ്മൾ മുമ്പ് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കുഞ്ഞൻ കൊഴുക്കട്ടയില്ലേ, അതാണ് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത്. എന്ത് ഭംഗിയാണല്ലേ കാണാനായി. ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അത് ഫുള്ളായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ കുഞ്ഞൻ കൊഴുക്കട്ടേനെ എല്ലാം ശർക്കര പാനിയിൽ നല്ലതായിട്ട് കോട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ അതിലോട്ട് ചേർക്കുന്നത് 1/2 കപ്പ് തേങ്ങയാണ് കേട്ടോ. തേങ്ങയ്ക്കൊന്നും ഒരളവില്ല, നമുക്ക് ആവശ്യമുള്ളിടത്തോളം ചേർക്കുക. എത്ര എമൗണ്ട് എടുക്കുന്നോ അതിനനുസരിച്ച് നമ്മൾ തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഏകദേശം ഒരു 1/2 കപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇനി അതിലോട്ട് ചേർക്കുന്നത് മുമ്പ് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഏത്തപ്പഴവും കാഷ്യൂ നട്ടും ഇല്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ആ ശർക്കര പാനിയിലിട്ട് ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി പലഹാരം റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിത് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയോ അല്ലെങ്കിൽ നല്ല ഗ്രീൻ ടീയോ ഒക്കെ മതി. അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി ഇതുപോലെ നല്ല നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും താങ്ക് യു. ബൈ.